സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. ഈ വിഷയം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പൈസക്കരി ദേവമാത സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവേ, എനിക്കൊരു സംശയമുള്ളത്, നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് ഗോതമ്പപ്പവും മുന്തിരിച്ചാറുമാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ ഈ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഓരോ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ അതിനെ അർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചോദ്യം. പിതാവ് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ മുന്തിരിച്ചാറ് ഉപയോഗിക്കുന്നതിലെ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായ വശങ്ങളെ പറ്റിയും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. യെസ്, ജോയലിൻ്റെ ചോദ്യം പ്രത്യേകിച്ച് മദ്യനിരോധനം എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ ഇറങ്ങുമ്പോഴത്തേക്കും ഉടനെ നാട്ടിലെ എല്ലാ ബാറുകാരോടും ഒറ്റയ്ക്ക് അടിക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഏതാണ്? കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ കുർബാനയ്ക്ക് വീഞ്ഞ് ഉപയോഗിക്കുന്നു, അതോ നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യമാണ്, നിങ്ങൾക്ക് മദ്യനിരോധനത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്ന് പറയും അല്ലേ? അതെ, ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്നെന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ അത്തരം മറുപടികളൊക്കെ. കാരണം നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു 10 മില്ലി വീഞ്ഞാണ്. അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന 1000 പേരുണ്ട്. അവർക്ക് വിശുദ്ധ കുർബാന കൊടുത്തു കഴിയുമ്പോൾ ഒരാളുടെ നാവിൻ തുമ്പത്തെത്തുന്നത് ഒരു തുള്ളിയുടെ ഒരു 100-ൽ ഒരു അംശം എത്തുന്നു അല്ലേ? അത്രയും വീഞ്ഞിനെയാണ് മദ്യപാനം എന്ന് വിളിക്കുക. ഇനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ വീഞ്ഞ് എന്ന് പറയുന്നത് അവൻ വീഞ്ഞായിട്ടല്ല ഉപയോഗിക്കുന്നത്. എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഈശോയുടെ തിരുരക്തമായിട്ടാണ് ഉപയോഗിക്കുക. വിശുദ്ധ കുർബാനയിൽ ഗോതമ്പപ്പവും മുന്തിരി വീഞ്ഞും ആണ് ഉപയോഗിക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ അത് ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. കാരണം ഇത് പ്രാദേശികമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു കലയല്ല വിശുദ്ധ കുർബാന. മറിച്ച് എന്താണ്? ചവിട്ടുനാടകമാണെങ്കിൽ ഒരു പ്രാദേശിക കലയാന്ന് പറയും അല്ലേ? മാർഗംകളി അങ്ങനെ ഒരു പ്രാദേശിക കലയാണ്. അതേസമയം പരിശുദ്ധ കുർബാന അങ്ങനെയല്ല. പരിശുദ്ധ കുർബാന അത് ഒരേ ഒരു ബലിയർപ്പകനേ ഉള്ളൂ. അതാരാണ്? ഈശോ മിശിഹ. ഒരേ ഒരു ബലിയേ ഉള്ളൂ, അവൻ അർപ്പിച്ച ബലി. അവൻ ദുഃഖവെള്ളിയാഴ്ച കാൽവരിയിലെ കുരിശിൽ അർപ്പിക്കാനിരിക്കുന്ന ബലിയെ കൗദാശികമായി പെസഹ വ്യാഴാഴ്ച അർപ്പിച്ചു. അതാണ് ഈ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുള്ള ബലി. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എല്ലാ കാലത്തും എല്ലായിടത്തും അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചൊല്ലിയിരുന്നത്. ഇനി പലപ്പോഴും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ചൊക്കെയുള്ള വിശദമായ പഠനങ്ങൾ നടത്തുമ്പോൾ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉപയോഗിച്ചിരുന്നതായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ ചോദിക്കുന്നുണ്ട്, തിന്നാനും കുടിക്കാനും നിനക്കൊക്കെ വീടില്ല, വീട്ടിൽ പോയി തിന്നടാ, ഇവിടെ വന്നിരുന്ന് തിന്നണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ വലിയ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതാ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് വലിയൊരു പാർട്ടി അവർ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചാണ് അപ്പസ്തോലൻ ചൂടായി സംസാരിക്കുക അല്ലേ? നമ്മുടെ ഇവിടെയുണ്ട് പലപ്പോഴും തിരുനാളുകളൊക്കെ കഴിയുമ്പോൾ സമൂഹ വിരുന്ന്, എന്നാ വിരുന്ന്, സ്നേഹവിരുന്ന് എന്ന പേരിൽ നാട്ടിലെ വലിയ പോത്തിനെ അടിച്ചു മാറ്റി അതിനെ ഇറച്ചി കറി വെച്ച് കോഴിയും
അതുപോലെ പൊറോട്ടയും അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തിന്നുന്നു. അങ്ങനെ സ്നേഹവിരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ആ വിരുന്നും വിശുദ്ധ കുർബാനയും വ്യത്യസ്തമാണ്, അല്ലേ? അതെ. വിശുദ്ധ കുർബാനയോക്ക് അപ്പവും വീഞ്ഞുമാണ് സഭയിൽ എല്ലാ കാലത്തും എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത്. അതിന് നമുക്ക് ഏറ്റവും നല്ല തെളിവ് കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അത് 52-53 വർഷങ്ങളിൽ എഴുതുന്ന, അതായത് ഈശോ മിശിഹ മരിച്ച് ഒരു 20-22 കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള റിട്ടൺ ഡോക്യുമെൻ്റാണ്. പൗലോസ് എന്താ അവിടെ എഴുതുന്നത്? നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതും അവിടുന്ന് നമ്മെ ഭരമേൽപ്പിച്ചതുമായ വിശുദ്ധ പാരമ്പര്യം അനുസരിച്ച് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് പാവനമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. ആ അപ്പം ശരിക്കും ഗോതമ്പപ്പത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അനന്തരം അവൻ പാനപാത്രം എടുത്തു. ആ പാനപാത്രം മുന്തിരി വീഞ്ഞിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് AD 53 ആയപ്പോഴത്തേക്കും ഇത് സഭയിൽ അംഗീകരിക്കപ്പെട്ട പാരമ്പര്യമായി എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ 2-ാം നൂറ്റാണ്ടിൻ്റെ രചിക്കപ്പെടുന്ന ഡിഡാക്കെ, സഭയിലെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായ ഗ്രന്ഥങ്ങളാണതൊക്കെ. ദിദാസ്കാലി അപ്പസ്തോലോരും, ഇതിലൊക്കെയും നമ്മൾ കാണുന്നുണ്ട് അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. കാരണം മെൽക്കിസദേക്ക്, അബ്രാഹം ദശാംശം കൊടുക്കുന്ന മെൽക്കിസദേക്ക് പഴയ നിയമത്തിൽ ബലിയർപ്പിക്കുന്ന എങ്ങനെയാണ്? അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട്. പുതിയ നിയമത്തിലെ മെൽക്കിസദേക്കായി ഹെബ്രായ ലേഖനകർത്താവ് ഉപയോഗിക്കുന്നത് ഈശോ മിശിഹായാണ്, അല്ലേ? ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാ സഭകളും എക്കാലവും അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. കേരളത്തിലെ ഇപ്പോൾ ഉദയംപേരൂർ സൂനകദോസിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. മുന്തിരി വീഞ്ഞ് ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാനില്ലാതിരുന്നത് കൊണ്ട് അവർ ഉണക്കമുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് അത് പിഴിഞ്ഞ് അതിൻ്റെ ഗാഠലായനി ഉപയോഗിച്ച് കുർബാന ചൊല്ലിയിരുന്നു എന്ന ചില സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു 15th സെഞ്ച്വറിയിൽ മുമ്പുള്ള കേരള സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അവിടെയും മുന്തിരി ഫലത്തിൽ നിന്നുള്ള മുന്തിരിച്ചാറാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മുന്തിരിയിൽ നിന്നുള്ള പാനീയവും ഗോതമ്പിൽ നിന്നുള്ള അപ്പവും അത് പരിശുദ്ധ കുർബാനയ്ക്ക് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. റോസ്മരിയ ടീച്ചറിന് ഇതുമായി ബന്ധപ്പെട്ടാണോ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. പിതാവേ, അപ്പത്തിനും വീഞ്ഞിനും പകരം നമ്മുടെ പ്രാദേശികമായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചാൽ പോരെ? അങ്ങനെ ഉപയോഗിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? റോസ്മരിയയുടെ ചോദ്യം പ്രാദേശിക ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാൽ പോരെ? നമ്മളിവിടെ സാധാരണ വീഞ്ഞും അപ്പമൊന്നും കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് പ്രാദേശികമായ ഇത് കഞ്ഞിവെള്ളം, അതുപോലെ എന്താണ് കപ്പ, കള്ളപ്പം, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ പോരെ എന്നാണ്. അല്ലെങ്കിൽ കള്ളും കപ്പയും, അങ്ങനെ പല കോമ്പിനേഷൻസ് സജസ്റ്റ് ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിനകത്തുണ്ടായിരുന്നു. അത് വിശുദ്ധ കുർബാന പ്രാദേശികമായി നമ്മൾ രൂപപ്പെടുത്തിയ ഒരു സംവിധാനമല്ല. അത് എന്നേക്കുമായി ഈശോ മിശിഹ അർപ്പിച്ച ബലിയുടെ അനുസ്മരണവും അനുഷ്ഠാനവും അതിലുള്ള സജീവ പങ്കാളിത്തവുമാണ് പരിശുദ്ധ കുർബാന. അത് നമ്മളാരും നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്നതല്ല. അതെന്നേക്കുമായി തിരുക്കുമാരൻ പരമപിതാവിന് അർപ്പിച്ച ബലിയാണ്. അവിടുന്ന് അതെങ്ങനെയാണ് അർപ്പിച്ചത്? അതാണ് അതിൻ്റെ അടിസ്ഥാനം. കാൽവരിയിലെ കുരിശിൽ താൻ പിറ്റേന്ന് അർപ്പിക്കാൻ പോകുന്ന ആ രക്തബലിയെ അവിടുന്ന് തലേന്ന് കൗദാശിക ബലിയായി അർപ്പിച്ചത് അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പരിശുദ്ധ കുർബാന സാധുവായി അർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് വളരെ കൃത്യമായൊരു ഉത്തരമാണ്. പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ഒരു ചോദ്യം.
കഴിഞ്ഞ ദിവസം നമ്മുടെ ടോം ഉഴുന്നാലിൽ അച്ഛൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനിട വന്നിരുന്നു. അതിൽ അച്ഛൻ പറഞ്ഞു ജയിലിലായിരുന്നപ്പോൾ ആ, അപ്പവും വീഞ്ഞും ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ ബലിയർപ്പിച്ചു. അതേപോലെ മറ്റൊന്ന് നമ്മൾ വായിച്ചിരുന്ന ഈ ലൂക്ക് പുത്രക്കയിൽ അച്ഛനും പറഞ്ഞിരുന്നു ജയിലിൽ വെച്ചുണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച്. വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത് ജയിലിൽ അവരൊരുമിച്ച് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിയാണ് ബലി അർപ്പിച്ചിരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംശയം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പവും വീഞ്ഞും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അപ്പോൾ ആത്മീയ ബലി അർപ്പിക്കാൻ പറ്റും, അങ്ങനെ ഒരു ബലിയുണ്ടോ? അതൊരു സ്പിരിച്വൽ മാസാണ്. ആ സ്പിരിച്വൽ മാസ് എന്ന് പറയുന്നത് യഥാർത്ഥ വിശുദ്ധ കുർബാനയല്ല, യഥാർത്ഥ ഹോളി മാസല്ല. ഒരു പരിശുദ്ധ കുർബാന പൂർണ്ണമാകണമെങ്കിൽ അതിൽ അപ്പവും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഈശോ മിശിഹായുടെ തിരുശരീര തിരുരക്തങ്ങൾ അവിടെ കൂദാശ ചെയ്യപ്പെടണം. എങ്കിലേ അത് പൂർണ്ണതയുള്ള പരിശുദ്ധ കുർബാനയാകുകയുള്ളൂ. മറ്റുള്ളവയൊക്കെയും എന്താണ്, അപ്പവും വീഞ്ഞും ലഭ്യമല്ല, രക്തസാക്ഷിത്വത്തിന് തുല്യമായ സാഹചര്യമാണ്. ആ സമയത്ത് തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അനുഭവിക്കാനുള്ള വ്യക്തികളുടെ പരിശ്രമങ്ങളാണ്. അത് ആ അർത്ഥത്തിൽ അത് വളരെ ഹൃദയസ്പർശിയാണ്, ഭാവാത്മകമാണ്. പക്ഷെ അവയെ യഥാർത്ഥ പരിശുദ്ധ കുർബാനയായിട്ട് അവരും മനസ്സിലാക്കുന്നില്ല, നമ്മളും മനസ്സിലാക്കേണ്ടതില്ല. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ബേബി സാറ് ചോദിക്കൂ. പിതാവിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്: നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷയിലുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായ കൃപാവരം ലഭിക്കുമോ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ്. ബേബി സാറിനെ കണ്ടാ പാവത്താനെ പോലെ ഇരിക്കുമെങ്കിലും ചോദിച്ചത് വളരെ കഠിനമായ ചോദ്യം. അതായത് കുർബാനയിൽ നമുക്ക് മനസ്സിലാകാതെ, ഇപ്പം നമ്മൾ സ്പെയിനിൽ പോയി സ്പാനിഷ് ഭാഷ കുർബാനയിൽ, ബേബി സാറിന് സ്പാനിഷ് അറിയാൻ പാടില്ല, എങ്കിലും പോയി വിശുദ്ധ കുർബാന കണ്ടു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നതിൻ്റെ ഞായറാഴ്ച കടം തീർച്ചയായും അവിടെ പരിഹരിക്കപ്പെട്ടു. അതേപോലെ തന്നെ അവിടെ വിശുദ്ധ കുർബാനയാണ്, ഈശോ മിശിഹായാണ് പരപ്രസാദം തരുന്നത്. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഈശോയെ, ഇത് അങ്ങയുടെ പരിശുദ്ധ കുർബാനയാണല്ലോ, ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും കുർബാനയായതുകൊണ്ട്, കത്തോലിക്കരായതുകൊണ്ട് നിങ്ങൾക്കറിയാം അവിടെ ചെല്ലുന്നത് എന്താണ് എന്ന്, ചെയ്യുന്നത് എന്താണ്. അതാണ് ഈ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരു മെച്ചം. ഭാഷ അറിയാൻ മേലായെങ്കിലും കാഴ്ചവെപ്പാണെന്നും ഇപ്പോൾ അച്ഛൻ തുടങ്ങിയേക്കുന്ന വിശ്വാസ പ്രമാണമാണെന്നും ഇനി ഇത് കഴിഞ്ഞ് വരുന്നത് ഇന്ന പ്രാർത്ഥനയാണെന്നും എല്ലാം നമുക്കറിയാം, അല്ലേ? ഈ കത്തോലിക്ക ആരാധനാക്രമത്തിൻ്റെ ഒരു മഹത്വം അതാണ്. ഇതര അപ്പസ്തോലിക സഭകളിലും അത് തന്നെയാണ്. അതായത് അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ ഇന്നത് വരുന്നത് ഇന്നതാണെന്ന് നമുക്കറിയാം. ഇപ്പം സ്പാനീഷിലാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതെങ്കിൽ ബേബി സാർ എന്ത് ചെയ്താൽ മതി? അത് മലയാളത്തിൽ അങ്ങ് പയ്യെ ചൊല്ലിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൃപ മുഴുവൻ കിട്ടും, അല്ലേ? അപ്പോൾ ഭാഷ അറിയാൻ പാടില്ല എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ കൃപ അനുഭവിക്കുന്നതിന് തടസ്സമല്ല. തന്നെയല്ല, ഈ 60കൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് വരെയും എല്ലാവരും ഒന്നെങ്കിൽ ലത്തീൻ ഭാഷയിൽ, സുറിയാനി ഭാഷയിലായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒന്നും മനസ്സിലാകുന്നില്ല. അറിയാവുന്നവർ അതിന് മറുപടിയൊക്കെ പറയും, അല്ലാത്തവരിരുന്ന് കൊന്തയില്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു കുർബാനയ്ക്കിടയ്ക്ക് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭാഷയല്ല പ്രശ്നം, ഈശോ മിശിഹായുടെ പരമമായ ബലിയിലെ പങ്കാളിത്തമാണ്. ഇത് പറയുമ്പോൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികളൊക്കെ മനസ്സിലാക്കുക, ഭാഷ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഈ അതാത് റീത്തിൻ്റെ കുർബാനയ്ക്ക് പോകുന്നത്? ഞങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ പോയി പെട്ടെന്ന് തീരുന്നൊരു കുർബാനയും കണ്ട് തിരിച്ചു വന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് ഒരു മറുപടിയും കൂടി. പരിശുദ്ധ കുർബാന ഓരോ വ്യക്തിയുടെയും തനിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികളും അതാത് റീത്തിൽ പരിശുദ്ധ കുർബാന കാണാനും അനുഭവിക്കാനുമുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നതിൽ ബോധപൂർവം വരുത്തുന്ന അലംഭാവം പരിശുദ്ധ കുർബാനയെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനുള്ള നമ്മുടെ താല്പര്യക്കുറവ് തന്നെയാണ് വ്യക്തമാക്കുന്നത്. താങ്ക് യു പിതാവേ.
ഇനി ആരാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്? സിനോജ് സാറ് ചോദിച്ചു. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും വെള്ളവും പങ്കെടുത്തവർക്കെല്ലാം പങ്കുവയ്ക്കുന്നു, സന്നിഹിതരല്ലാത്തവർക്ക് കൊടുത്തു വിടുകയും ചെയ്യുന്നു. അത് ഇന്നും തുടരുന്നുണ്ടോ? ഇത് എനിക്ക് ലഭിച്ചത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നാണ്. അത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? യെസ്, നമ്മുടെ സാറിൻ്റെ ചോദ്യം മതബോധന ഗ്രന്ഥത്തിലെ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ്. ആദിമസഭയിൽ അപ്പവും വീഞ്ഞും വെള്ളവും ഉപയോഗിച്ചുള്ള വിശുദ്ധ കുർബാന എല്ലാവരും പങ്കുവെച്ച് അനുഭവിച്ചിരുന്നുവെന്നും ആ കൂട്ടായ്മയിൽ അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ കഴിയാത്തവർ അത് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു, പങ്കെടുത്തവർ വീട്ടിലുള്ളവർക്കും വേണ്ടി കൂടി കൊണ്ടുപോയിരുന്നു എന്നുമുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതേക്കുറിച്ചാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സംശയം, ഇവിടെ വെള്ളം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പവും വീഞ്ഞും വെള്ളവും, സാധാരണ അപ്പവും വീഞ്ഞെന്ന് പറഞ്ഞാണ് വിശുദ്ധ കുർബാന, ഇവിടെ ഇനി വെള്ളം എവിടുന്ന് വന്നു എന്നുള്ളതാണ് സാറിൻ്റെ ഒന്നാമത്തെ സംശയം. അതായത് വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന എല്ലാ കുർബാനയിലെയും ഒരു നിബന്ധന തന്നെയാണ്. വീഞ്ഞിനകത്ത് 2 തുള്ളി വെള്ളം ചേർക്കുന്നു. അതായത് വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥം പൗരസ്ത്യ ആരാധനാക്രമങ്ങളിൽ പലതിലും പറയുന്നുണ്ട്. പടയാളികൾ ഒരുവൻ വന്നവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുജലത്തെയും തിരുരക്തത്തെയും സൂചിപ്പിക്കുന്നതാണ് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത്. അത് മായം ചേർക്കലല്ല, പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതല്ല. വീഞ്ഞിലെ ഈ വെള്ളം ചേർക്കൽ ദൈവശാസ്ത്രപരമായി വളരെ അർത്ഥമുള്ള ഒരു സത്യമാണ്. അപ്പം വെള്ളം ചേർക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത്. അപ്പം വീഞ്ഞും അപ്പവും വെള്ളവും എന്ന് പറയുമ്പോൾ വീഞ്ഞും അപ്പവും തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്പം വെള്ളം ചേർത്ത വീഞ്ഞ് എന്ന്. ഇനി അത് ആദിമസഭയിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ആദിമസഭയിൽ മതമർദ്ദനങ്ങളുടെ പീഡാനുഭവങ്ങളുടെ കാലമാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു എന്ന വിവരം അറിഞ്ഞാൽ കഴുത്ത് വെട്ടിക്കൊന്നു കളയുന്ന കാലമാണ്. അതുകൊണ്ട് പലർക്കും ഇതെവിടെയാണ് പരിശുദ്ധ കുർബാന നടക്കുന്നത് നിശ്ചിത സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു മീനിൻ്റെ പടമൊക്കെ വരച്ചാണ് ആദിമസഭയിൽ അത് സൂചിപ്പിച്ചത്. ആ മീനിൻ്റെ തല എങ്ങോട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്, പടം വരച്ച് വെച്ചേക്കുന്നത്, ആ ദിശയിലേക്കേ പോകും. ഇവിടെ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇക്തൂസ് എന്ന് പറഞ്ഞ മീൻ എന്നാണ് അർത്ഥം. അത് ഈശോ മിശിഹ ദൈവപുത്രൻ ലോകരക്ഷകൻ എന്ന് ഗ്രീക്കിൽ എഴുതിയതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് ഇക്തൂസ്. അതിന് മീൻ എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഈ മീനിൻ്റെ പടം വരച്ച്, അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം അറിയാവുന്ന കോഡ് ഭാഷയായിരുന്നു. അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നവർക്ക് വഴിതെറ്റിപ്പോയി, അവരെവിടെ എത്തിയില്ല, കണ്ടില്ല. നമ്മുടെ ഇന്നത്തെ പള്ളി പോലെ സംവിധാനമൊന്നും വന്നില്ല. അപ്പോൾ എവിടെയോ വിശുദ്ധ കുർബാന ഇന്ന് അർപ്പിക്കുന്നുണ്ട്, എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ നടക്കും, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സൂചനകൾ കണ്ടറിഞ്ഞ് അവർ പോകുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവർ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടി പരിശുദ്ധ കുർബാന കൊണ്ടുപോയി കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അതെന്നും ഒന്നും വിശുദ്ധ കുർബാനയില്ല, വല്ലപ്പോഴേ ഒരു വിശുദ്ധ കുർബാനയുടെ ഭാഗ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അവരത് വീട്ടുകാർക്കും വേണ്ടി കൊണ്ടുപോയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യമൊന്നുമില്ല. ഇന്നാരും നമ്മളെ തല്ലാനൊന്നും വരുന്നില്ല. പള്ളി വരാത്ത എന്നാന്നും ചോദിച്ചുകൊണ്ട് അച്ഛന്മാർ വഴക്കുണ്ടാക്കുന്നല്ലാതെ വരാൻ മനസ്സുള്ളവന് ഒരു ശല്യവും തടസ്സവും ഇല്ല. അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ പരിശുദ്ധ കുർബാന ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് രോഗികൾക്കാണ്. നടക്കാൻ കഴിവില്ലാത്തവർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഇന്നുമുണ്ട്. വിൽസൺ സാറിന് ചോദ്യമുണ്ടോ? ആ, ചോദിച്ചോളൂ. കൂട്ടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ചില ദേവാലയങ്ങളിൽ ഈ വാർഡ് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. വീടുകളിൽ വിശുദ്ധ കുർബാന ചെല്ലുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മധ്യേ വിശുദ്ധ കുർബാന ചെല്ലുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ? പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സഭയുടെ നിയമം ഞാൻ പറയും. ഏതെങ്കിലും പള്ളികളിൽ ഏതെങ്കിലും അച്ഛൻ എങ്ങനെയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ നിയമത്തെ ശരിയാം വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം.
വിശുദ്ധ കുർബാന തിരുസഭയുടെ ആരാധനാക്രമമാണ്. അത് തിരുസഭ നിശ്ചയിക്കുന്ന, നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ വൈദികര്, മെത്രാന്മാർ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ. വിശുദ്ധ കുർബാന കൂദാശ ചെയ്ത ബലിപീഠത്തിലാണ് അർപ്പിക്കേണ്ടത്. കൂദാശ ചെയ്ത ബലിപീഠമില്ല എങ്കിൽ ഒരു ചെറിയ കല്ല്, അത് കൂദാശ ചെയ്യും, ദപ്പ കൂദാശ ചെയ്താണ്, അതുപയോഗിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നാണ് നിയമം. ഇനി ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രോഗികളായി, വീട്ടിൽ അപ്പൻ വർഷങ്ങളായി രോഗിയായി കിടക്കുന്നു, മകൻ ഒരു അച്ഛനുണ്ട്, അല്ലെങ്കിൽ ആ അപ്പന് കുർബാന കാണണമെന്ന് കഠിനമായ ആഗ്രഹം, അതേസമയം അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് കുർബാന കാണിക്കുക അസാധ്യമാണ്. അപ്പോൾ വീട്ടിലൊരു കുർബാന ചെല്ലാനുള്ള അനുവാദം ഈ വികാരിയച്ഛൻ മുഖേന ഈ വീട്ടുകാർ രൂപതാധ്യക്ഷനെ അറിയിക്കും. രൂപതാധ്യക്ഷൻ രേഖാമൂലം അനുവദിച്ചു കഴിയുമ്പോൾ ആ ഒരു നേരത്തെ കുർബാന ചൊല്ലാം. മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിച്ച് അനുവാദം മേടിച്ചാൽ മാത്രമേ ചൊല്ലാവുള്ളൂ. എല്ലാ വാർഡ് പ്രാർത്ഥനകളിലും കുർബാന ചെല്ലുക എന്ന് പറയുന്നത് അത് ശരിയായൊരു പതിവല്ല. നമ്മൾ കുടുംബ യൂണിറ്റുകളെ പള്ളികളാക്കരുത്. കുടുംബ യൂണിറ്റുകൾ കൂട്ടായ്മയുടെ പ്രാർത്ഥന, മറ്റ് ചർച്ചകൾ, പങ്കുവയ്ക്കലിൻ്റെ വേദിയായിട്ട് അതിനെ മാറ്റുന്നതാണ് നല്ലത്. എല്ലാ കുടുംബ കൂട്ടായ്മകളെയും പള്ളിയാക്കി കുർബാന ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുടുംബ കൂട്ടായ്മയുടെ തന്നെ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. അപ്രകാരമുള്ള വാർഡുകളിൽ കുർബാന ചെല്ലുന്നതിനും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അനുവാദം ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ അവരവരുടെ രൂപതാധ്യക്ഷനിൽ നിന്ന് വാങ്ങണം എന്നതാണ് സഭാ നിയമത്തിൻ്റെ യഥാർത്ഥ പൊരുൾ. ഒരുപക്ഷെ അവർ വാങ്ങിയിട്ടായിരിക്കാം അത് ചൊല്ലിയത്. അല്ല എങ്കിൽ അപ്രകാരമുള്ള നിയമം അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നത്. കാരണം തിരുസഭയുടെ ആരാധനാക്രമമായതുകൊണ്ട് തിരുസഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അത് അനുഷ്ഠിക്കുമ്പോഴാണ് അത് കൃപയുടെ അനുഷ്ഠാനമായി തീരുന്നത്. പിതാവേ, അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു ചിത്രമാണ്. ആഫ്രിക്കയിലുള്ള ഒരു വൈദികൻ നിലത്ത്, അവിടെ സൗകര്യങ്ങളൊട്ടുമില്ല, നിലത്ത് വെച്ചിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പറ്റം വിശ്വാസികൾ ചേർന്ന് നിന്നിട്ട് കുർബാന കൂടുന്നു. അപ്പോൾ അത് പറയാൻ കാരണം, ഇവിടെ വലിയ വലിയ പള്ളികൾ നമ്മൾ പണിയുന്നു എന്നുള്ളതിനെ കമൻറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അതുണ്ടായിരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: അങ്ങനെ അർപ്പിക്കപ്പെടുന്ന ഒരു വിശുദ്ധ കുർബാനയ്ക്ക് അതിന് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യത ഉണ്ടാകുമോ? തീർച്ചയായും നമ്മുടെ വലിയ അൾത്താരയിലെ കുർബാനയെക്കാളും സ്വീകാര്യത ഉണ്ടാകും. കാരണം അതൊരു മിഷൻ പശ്ചാത്തലത്തിലെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. കേരളം പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളിടത്ത് ഈ നിയമങ്ങൾ പാലിച്ച് തന്നെ അർപ്പിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ മിഷൻ പ്രദേശങ്ങളിൽ ആൾത്താര പോയിട്ട് സ്റ്റൂള് പോലും ഇല്ല, ഇല്ലേ? നമ്മുടെ തന്നെ നോർത്ത് ഇന്ത്യയിൽ, അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ പ്രത്യേകിച്ച് ചെല്ലുമ്പോൾ പല ഗോത്രങ്ങളുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രൈബ്സിൻ്റെയും ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന മിഷണറിമാർ ഇതുപോലെ മരത്തിൻ്റെ ചോട്ടിൽ കുർബാന അർപ്പിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. അത് തികച്ചും ദൈവഹിതാനുസൃതം തന്നെയാണ്. അതിന് മിഷനറിമാരെ അപ്രകാരം അവരുടെ രൂപതാധ്യക്ഷന്മാരെ അനുവദിച്ചിട്ടും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവരപ്രകാരം ചെയ്യുന്നത്. പിതാവേ, നമ്മുടെ ഇന്നത്തെ സമയം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ തുടർ സംശയങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.